നമ്മളെപ്പോഴും ഇങ്ങനൊരു കൗണ്ട് ഡൗൺ എഴുതാറുണ്ടല്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി, ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഇനി ഇത്ര ദിവസം കൂടി ഉള്ളൂ, ഇനി ഇത്ര ദിവസം കൂടി ഉള്ളൂ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യാറുണ്ട് അല്ലേ. സോ ഇവിടെ മിസ് എഴുതിയിരിക്കുന്ന ഈ 160 days to go എന്താ, നമ്മളുടെ ഡ്രീമിലേക്കുള്ള കൗണ്ട് ഡൗൺ ആണിത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, നമ്മളുടെ 2023 നീറ്റ് എക്സാം മെയ് ഫസ്റ്റ് വീക്കിൽ നടക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഡ്രീമിലേക്കുള്ള ആ ഒരു കൗണ്ട് ഡൗൺ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ, ഇന്നിപ്പോൾ November 19th മുതൽ നിങ്ങൾക്ക് നമ്മളുടെ ഡ്രീമിലേക്ക് 160 days 160 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പം ഈ 160 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മിസ് അങ്ങനെ പറഞ്ഞത്? ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം November 19, നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് 20th-നോ 21st-നോ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നവംബർ മാസത്തിലൊരു 10 ദിവസം ബാക്കിയുണ്ട്, പിന്നെ ഡിസംബർ ഫുള്ള് നമ്മളുടെ കയ്യിലുണ്ട്, പിന്നെ 2023 നമുക്കിതേ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഫസ്റ്റ് വീക്കിൽ നമ്മളുടെ 2023 നീറ്റ് എക്സാം നടക്കുമെന്നാണ് പറയുന്നത്, ഫസ്റ്റ് വീക്കിൽ. ഓക്കെ, അപ്പം ഈ ഒരു 160 ദിവസങ്ങളെ ഇനി ഉള്ളൂ. അപ്പോൾ ഈ 160 ദിവസം ഉള്ളൂ എന്നുള്ളത് പറയുന്ന ഈ ഒരു കാര്യത്തിന് നമുക്ക് രണ്ട് രീതിയിൽ, രണ്ട് സൈഡിൽ അതിനെ കാണാം അല്ലേ. ഒന്ന് നമുക്ക് പറയാം, ഇനി 160 ദിവസങ്ങളുണ്ട്, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മാക്സിമം കൊടുത്ത് ഞാൻ പഠിക്കും. ആൻഡ് എൻ്റെ എയിം എന്താണ്, നമ്മളുടെ ഡ്രീം മെഡിക്കൽ കോളേജിൽ പഠിക്കുക, ആൻഡ് നമ്മളൊരു നല്ല ഡോക്ടറായിട്ട് മാറുക, അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് അല്ലേ, ആ ഒരു സൈഡിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും എയിം. അപ്പം ഇതിന് 160 ദിവസം കൂടി ഉണ്ട്, ഞാൻ എൻ്റെ ഡ്രീമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് പഠിക്കും എന്ന് നിങ്ങൾക്ക് ഒരു രീതിയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇനിയിപ്പം 160 ദിവസമല്ലേ ഉള്ളൂ, ഈ ദിവസം കൊണ്ട് ഇനി എന്താക്കാനാ, നെക്സ്റ്റ് ടൈം നോക്കാം, 2024 ഒക്കെ വരുന്നുണ്ടല്ലോ, വർഷം നീറ്റ് നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കണം, 160 ദിവസങ്ങൾ എന്ന് പറയുമ്പം നമുക്കൊരു ആവറേജ് 5 മാസത്തോളം ഉണ്ട്. അപ്പോൾ ഈ 5 മാസം, ഓക്കെ, ആ 5 മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റാങ്ക് നേടിയെടുക്കാൻ പറ്റും, സെലക്ഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു 160 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഈ 160 ദിവസത്തിൽ നിങ്ങൾക്ക് ഓരോ ദിവസം എത്രയുണ്ട്, 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ട് ഒരു സ്കൂളുണ്ട്, വേറെയും കുറേ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് ആ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടില്ല, പിന്നെ നമ്മൾ കുറേ ഉറങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ, നമ്മൾ കുളിക്കാനൊക്കെ ആയിട്ട് പോകും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെ പോയാലും നമ്മൾക്കൊരു ദിവസം നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ചിലവാക്കിയത് നമ്മളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാവണം. അത് ഏത് വഴിക്കും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ നീറ്റിന് വേണ്ടിയിട്ടാവും, കാരണം NCERT ബേസ്ഡ് ആണ് നമ്മളുടെ നീറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ ശരിക്കും സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം കളയല്ല, നിങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളൊരു ബുക്ക് എടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ എന്താ November 19th ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. നാളെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഞാൻ എഫക്റ്റീവായിട്ട് നീറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. ആൻഡ് ആ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നമ്മൾ NCERT വായിക്കുകയാണ്, NCERT വായിച്ചു, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള ടാർഗറ്റ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ആ ഒരു ടിക്ക് മാർക്ക് വരുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തരുന്നത് ഒരു സന്തോഷത്തിനേക്കാൾ പുറമെ ഒരു കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ എന്താണ്, ഇത്രയും ഭാഗം ഞാൻ പഠിച്ചു കഴിഞ്ഞു, എൻ്റെ ഡ്രീമിലേക്കുള്ള പകുതി ഞാൻ കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഇത്ര പോർഷൻ ഞാൻ കഴിഞ്ഞു, അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത ദിവസം അതിലും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിലും എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട്, ഓക്കെ, വെറുതെ പഠിച്ചാൽ പോരാ, നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ,
പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, ഓരോ ദിവസം കഴിയുമ്പോൾ നാളെ തുടങ്ങാം അങ്ങനെ പോകെ നമ്മളുടെ ഈ കൗണ്ട് ഡൗൺ ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നെത്തി നിൽക്കുമ്പോഴും നിങ്ങൾ എന്തായിരിക്കും, ഒന്നും പഠിക്കാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് മിസ് ഇപ്പോഴേ പറയുന്നത്, പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അയ്യോ മിസ് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, ഇത് ഫുള്ള് ഞാൻ എങ്ങനെയാണ് പഠിച്ചെടുക്കുക? പക്ഷെ നിങ്ങൾക്ക് ഫുള്ളില്ല മക്കളെ. കാരണം എന്താ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു നോക്കുകയാണെങ്കിൽ നമ്മളുടെ എൻ സി ആർ ടിയിൽ നമ്മളുടെ 50% ശരിക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്നായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കി ആ ഒരു എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ ഈ ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചു, കെമിസ്ട്രിയിലാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചു. നമുക്കറിയാം ബയോളജിയിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അല്ലേ. അപ്പോൾ ബയോളജിയിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് കൊടുക്കുക, നമ്മളൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഞാൻ ഇതൊക്കെ പഠിച്ചു, എനിക്ക് ആകെ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ, അത് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാം. ആൻഡ് അത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വെയിറ്റേജ് കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ചില ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാകും ആകെ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുള്ളൂ. ആൻഡ് വേറെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതിലൊക്കെ 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 9 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മളുടെ പ്രയോറിറ്റി വെയിറ്റേജ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്ക് പഠിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോരുക. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളുടെ ഓൾമോസ്റ്റ് മാർച്ച് ആവുമ്പോഴേക്ക് എന്താവും, ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫുൾ അല്ലെങ്കിൽ ഒരു 75% എങ്കിലും കഴിഞ്ഞിരിക്കും, എന്തായാലും കഴിഞ്ഞിരിക്കും. കാരണം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ടാകും. ആൻഡ് ബാക്കി കുറച്ചുകൂടി അല്ലേ പഠിക്കാനുണ്ടാവുള്ളൂ. അത് എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ അതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി, വേറെ ഒന്നുമില്ല. ഓക്കെ, അത് പ്രയോറിറ്റി ആയിട്ട് കൊടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം മുഴുവൻ നമുക്ക് എന്തുണ്ട്, ഒരു കംപ്ലീറ്റ് മന്ത് ഏപ്രിൽ നമുക്ക് കംപ്ലീറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. നമുക്ക് നമ്മളുടെ നീറ്റിൻ്റെ ഫുൾ സിലബസ് റിവൈസ് ചെയ്യാൻ. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എക്സാംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. സമാധാനത്തോടെ ഇരുന്ന് ഫുൾ റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലാന് ഇനിയെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തായിട്ടുണ്ട്, അതിനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുക. ആൻഡ് നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ്, വെറുതെ ഒരു ചെറിയ റാങ്കൊന്നും അല്ല. നമ്മൾക്ക് എന്താ വേണ്ടത്, ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ്. എയിംസ് ഡൽഹിയിലൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ. എയിംസിൽ ഡൽഹി, ഭുവനേശ്വർ അങ്ങനത്തെ ഒരു എയിംസിലാണ് നമ്മളുടെ എയിം അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജസിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയിം ചെയ്യേണ്ടത് എന്താണ്, നമ്മളോട് പറയാറുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരുവോളം കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ നമ്മളുടെ കുന്ന് എന്താണ്, നമ്മളുടെ കുന്നെന്ന് പറയുന്നത് 720 ഔട്ട് ഓഫ് 720 ആണ് അല്ലേ. അത് നിങ്ങൾ എയിം ചെയ്യുക. കാരണം ദിവസം ഞങ്ങളെ കൊണ്ട് പൊന്താത്തതാണ്, ഒരിക്കലല്ല. മിസ്സിൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള, അപ്പോൾ നമ്മൾ ഏതൊരു കുഞ്ഞിനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും മാക്സിമം പൊട്ടൻഷ്യലാണുള്ളത്. ആൻഡ് അത് ഓരോരുത്തരും എങ്ങനെ യൂസ് ചെയ്യുന്നു, ഓക്കെ, അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ആ ഡിഫറൻസ് വരുന്നത്. ഒരാൾ ടോപ്പിലെത്തുന്നത്, ഒരാൾ താഴ്ന്നു പോകുന്നതിനൊക്കെ കാരണം നമ്മൾ അതിനെങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മൾ അതിനെ തിരിച്ചറിയുന്ന സ്ഥലത്താണ്. അപ്പം നിങ്ങളെല്ലാവരും അത്രയും പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് എയിം ചെയ്യാം, നമ്മൾ എത്തിക്കോളും. ഓക്കെ, നമ്മൾ എത്തിക്കോളും, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിക്കോളും, വേറെ എവിടെയും പോവില്ല. ഓക്കെ, അപ്പോൾ അത് ഇന്ന് മുതലെങ്കിലും എന്ത് ചെയ്യുക, തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയ് 23 ഓക്കെ 2023 മെയ് ആവുമ്പോഴേക്കും നമ്മൾ എന്താകും, നമ്മളുടെ ഡ്രീമിലേക്കുള്ള ആ ഒരു എക്സാമിന് നമ്മൾ ഫുൾ കോൺഫിഡൻസോട് കൂടി പ്രിപ്പയർഡ് ആയിട്ടുണ്ടാകും. ആൻഡ് നമ്മളുടെ റിസൾട്ട് വരുമ്പം അതെന്താവും, നമ്മളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല കാര്യത്തിലേക്ക്, അങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള
ആ ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. ഇനി നമുക്ക് ടൈം വൈകിപ്പിക്കാനില്ല. ഓക്കെ, സോ എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒക്കെ നോക്കിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.